കൗൺസിലർ കൂടിയാണ് അദ്ദേഹം. സന്തോഷം. അതിലുപരി ഈ പരിപാടിയിലേക്ക് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എൻ്റെ എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ് പ്രിയപ്പെട്ട കമറു എന്ന കമറുദ്ദീൻ, കലാഭവൻ കമറുദ്ദീൻ. അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും വലിയ സുഹൃത്തെന്നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളൊക്കെ സ്വീകരണ മുറികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് വലിയ ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ് ജിറ്റോ ബിഗ് ബോസിലെ. അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആർട്ടിഫിഷ്യൽ ഒന്നും ഉപയോഗിക്കാറില്ല. അദ്ദേഹത്തിന് വരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് അമ്മമാർ ഒരുപക്ഷെ ബിഗ് ബോസിനകത്ത് കൂടുതൽ കാണികളെ കിട്ടിയതും എനിക്ക് തോന്നുന്നത് ജിറ്റോയുടെയൊക്കെ ആ സമയങ്ങളിലാണ്, ആ സീസൺ, ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ സന്തോഷമുണ്ട് പ്രിയപ്പെട്ട ജിറ്റോ. അതേപോലെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തിയുടെ റാഫി, കലാഭവൻ റാഫി, കുറ്റിപ്പുറം റാഫി. ഞാൻ ഓരോ കുടുംബമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ് പ്രിയപ്പെട്ട റാഫി. അതേപോലെ എൻ്റെ കുഞ്ഞനുജത്തി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥയും കലാകാരിയാണ്. ചെറിയ കലയല്ല, നിമിഷങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ ചിത്രത്തെ ഒരു വലിയ ക്യാൻവാസിലേക്ക് പകർത്തുന്ന പ്രിയപ്പെട്ട സബൂർ ബീഗം. സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരിയാണ്. ദേശം തിരുവനന്തപുരമാണ്. എന്തിനാലും മലബാർ സ്പെഷ്യൽ പോലീസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പോലീസിൻ്റെ ഒരുപാട് ഹ്രസ്വ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുകയും നല്ല സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സബൂറ ബീഗം. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അഷറഫ് ക, സൂപ്പർ സ്റ്റുഡിയോ എന്ന പേര് കേട്ടാൽ അഷറഫ് ക ഓർക്കാത്തൊരു മനുഷ്യനും മലപ്പുറത്തിൻ്റെ മണ്ണിലില്ല. ഇതിഹാസങ്ങളായി കാലഘട്ടത്തിൻ്റെ അപ്രമാണികൾ നിറഞ്ഞു നിന്ന പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട അഷറഫ് ക. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ടൈറ്റാനിയത്തിൻ്റെ പ്രിയപ്പെട്ട അൻവർക്ക. അദ്ദേഹമൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു വാക്കിലൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതേ അല്ല. അതേപോലെ വേദിയിൽ ഒരുപാട് ലോകം മുഴുവൻ നേരിടുന്നു. ഒന്ന് സൈബർ അഡിക്ഷനും മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷനും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സകലമാന പ്രശ്നങ്ങളും ഈ മഹാപ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പം നോക്കണം, സൈബറുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അതിൻ്റെ പിന്നിലാണ്. ഒളിപ്പോരുകൾ, രഹസ്യം ചോർത്തലുകൾ, ഒരു സൈബർ സാന്നിധ്യം അതിനകത്തുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ നൗഷാദ് പറഞ്ഞ പോലെ കലയുടെ സാന്നിധ്യം കുറഞ്ഞ പലസ്തീൻ, ഇസ്രയേൽ, അഫ്ഗാൻ, ഈ ഉറൂഗോ, ചെക്കസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളൊക്കെ കലയെ നെഞ്ചിലേറ്റാത്ത രാജ്യങ്ങളാണ്. കലയ്ക്ക് വിലക്കേർപ്പെടുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ എന്ന രാജ്യം ഇപ്പോൾ കലയെ സ്വീകരിച്ച് അറാംകോയിൽ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തതാണ്. അറാംകോ ഇപ്പം വിദേശ രാജ്യം ജപ്പാൻ, കൊറിയ, ഹംഗറി, സ്വീഡൻ പോലെ രാജ്യങ്ങളിലൊക്കെ തനത് കലാരൂപങ്ങളെ അറാംകോയുടെ മണ്ണിൽ കൊണ്ടുവന്ന് അവിടെ ഇംഗ്ലീഷ് നിർബന്ധമാക്കുന്ന ഇതിലേക്കൊക്കെ നല്ല ഡെഡിക്കേറ്റഡ് ആയ ഭരണാധികാരികൾ, സൗദിയിലെ ഭരണാധികാരികളൊക്കെ വന്നപ്പോൾ വളരെയധികം സ്ത്രീകൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ ജെൻഡർ ഇക്വേഷൻ കൊണ്ടുവന്നു, സ്ത്രീകൾക്ക് തൊഴിൽ കൊണ്ടുവന്നു, അവർ ഇത്ര ശതമാനം അവർ വേണമെന്നൊക്കെ പറയുന്ന വികസിതമായ ഒരു കൺസെപ്റ്റ് ലോകം ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് കനി കലാ കൂട്ടായ്മയുടെ 2025 ഈ കുടുംബസംഘം ഇവിടെ നയിക്കുന്നത്. പ്രിയപ്പെട്ട ഈ കൂട്ടായ്മയോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ എനിക്കിന്ന് ആ കുഞ്ഞുമോൾ എനിക്ക് തന്നൊരു പൂവുണ്ട്. ഇവിടെ ഓരോരുത്തർക്കും പൂ തന്നു. ഈ പൂവ് ഞാൻ ഇങ്ങനെ സൗഹൃദം ഇങ്ങനെ നോക്കുകയായിരുന്നു. ഈ പൂ ഒരുപക്ഷെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വിരിഞ്ഞ പൂവല്ലത്. ഒരുപക്ഷെ ഇത് ഊട്ടിയുടെയോ അല്ല തൂത്തുക്കുടിയോ രാമേശ്വരത്തോ അല്ലെങ്കിൽ വല്ല മൈസൂരിലോ അവിടുത്തെ മണ്ണിൽ വിരിഞ്ഞ ചെടിയാണ്. കാരണം കേരളത്തിൻ്റെ മണ്ണിൽ ഒരുപക്ഷെ അവിടുത്തെ ഈ ചെടി, ഈ മുട്ടിട്ട ഈ പൂവിൻ്റെ ഒരു കമ്പ് വേണമെന്ന് നമ്മൾ പറഞ്ഞ് അത് വെട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കുഴിച്ചിട്ട എത്ര മനോഹരമായി ആ ചെടി വളർന്ന് എത്ര നല്ല പൂവിനെ സമ്മാനിക്കില്ല. കാരണം ഈ മണ്ണ്, ഇവിടുത്തെ കാലാവസ്ഥ ഈ ചെടിക്ക് അനുയോജ്യമല്ല. കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ ഏത് ചെടിയിലും മുട്ടും വിരിയും. കാലാവസ്ഥ എന്നത് നമ്മൾ അനുയോജ്യമാക്കി കൊടുക്കേണ്ട സ്നേഹം, പരിചരണം, കരുതൽ, കാഴ്ചപ്പാടുകൾ, ചേർത്ത് പിടിക്കൽ എല്ലാം ഒരു ഫ്രെയിമിലേക്ക് എപ്പോഴാണ് എത്തുന്നത് അപ്പോഴാണ് കുടുംബമായാലും സൗഹൃദമായാലും ബന്ധമായാലും എല്ലാം ഒരു സുഖമായ യാത്രയിലേക്ക് അത് പരിവസിക്കപ്പെടുക. പക്ഷെ പലതെല്ലാം പൊഴിഞ്ഞു പോകും, പലതെല്ലാം നിന്ന് പോവുകയൊക്കെ ചെയ്യും. ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ആരാന്ന് ചോദിച്ചത് ഫിലിപ്പമ്പാടായ ഞാനാണ്. ഞാനെപ്പോഴും പറയും, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദനയും സങ്കടവും ലഭിക്കുന്ന ആൾ ഞാനാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 80,000 രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ഞാൻ 7 വർഷം കൂടെ സർവീസ് നിലനിൽക്കുകയാണ്. സർക്കാരിലേക്ക് രാജിക്കത്ത് എഴുതി കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ സ്വന്തം വലുത്. ഇപ്പോൾ ഒരു ദിവസം എൻ്റെ വരുമാനം ഒരു 1-1.5 ലക്ഷം രൂപ പെർ ഡേയിൽ എനിക്ക് വരുമാനമുണ്ട്, പെർ ഡേയിൽ. അപ്പോൾ ഞാൻ പറയാൻ കാരണം, എന്നോട് പലരും ചോദിച്ചു പോലീസിൻ്റെ അകത്ത് പുറത്ത് പോയി. അപ്പം നല്ല എമൗണ്ട് വാങ്ങി ഞാൻ പ്രഭാഷകവേദി ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. കമറൂൻ എന്നെ കൊണ്ടുപോയതാണ് സൗദിയിലും അതുപോലെ തന്നെ ദമാമിലും കൊണ്ടുപോയതാണ്. 50,000 പറഞ്ഞ് ആ കമർ കൊണ്ടുപോകുന്നത്. തിരിച്ചു വരാൻ നേരത്തെ ഏകദേശം ഒരു 12 പ്രോഗ്രാം ഞാൻ പങ്കെടുത്തു. എല്ലാ വേദികളിലും 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന് കമർ പറഞ്ഞു. 1 ലക്ഷം വെച്ചാൽ മതി, എനിക്ക് മടിയൊന്നുമില്ല, പറയാൻ മടിയൊന്നുമില്ല. ഞാനത് പറഞ്ഞു വരുന്നതിനെ ചോദിച്ചാൽ പലരും എന്നെ അടുത്ത് പരിഹസിച്ച് പോലീസിന് VRS എടുത്തുകൊണ്ട്
ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുകയാണ്, നല്ല വരുമാനം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊരു ഇന്നോവ പുതിയ വണ്ടിയൊക്കെ വാങ്ങി 40 ലക്ഷം രൂപയുടെ, ഡ്രൈവർക്ക് 30,000 കൊടുക്കണം, എഡിറ്റർക്ക് 15,000 കൊടുക്കണം. അപ്പോൾ എന്നോട് എല്ലാവരും കാണുന്നവരൊക്കെ പറഞ്ഞു പോലീസ് പണിയൊക്കെ ഒഴിവാക്കി അതാകും ഇൻവെസ്റ്റ് ചെയ്യണം, ബോഡി എസ്കോർട്ട് പോകണം, ഡ്യൂട്ടിക്ക് പോകണം, എല്ലാ ഡ്യൂട്ടിക്കും പോകണം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവൻ കുറച്ച് നല്ല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കളിച്ചത് കൊണ്ടാണ് ഇപ്പം ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ പറയാം, ഇവിടെ ഷിൻഡോ സംസാരിച്ചപ്പോൾ അദ്ദേഹം എറണാകുളം ജില്ലയിൽ ഏകദേശം 9 ഏക്കർ സ്ഥലം വാങ്ങിയെന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ നിമിഷത്തിൽ തന്നെ ഷിൻഡോയോട് സംസാരിക്കുക. ആ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ. അദ്ദേഹം അതിൻ്റെ വിചിത്രങ്ങളൊക്കെ മൊബൈലിൽ കാണിച്ചു തരാം, എനിക്ക് സഹോദരക്കും കാണിച്ചു തരാം. കാര്യം എന്താണെന്നറിയോ, അദ്ദേഹം ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ പൂർത്തീകരണമാണ് അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റോടെ ലക്ഷ്യം.